യാചനയിൽ നിന്ന് മുക്തമായ ഒരു ബോധമുള്ള സമൂഹം എന്ന മുദ്രാവാക്യത്തിൽ ദുബായ് പോലീസ് വിശുദ്ധ റമളാനിൽ നടത്തിയ ക്യാമ്പയിനിൽ ഇതുവരെ 375 തെരുവു കച്ചവടക്കാരെ അറസ്റ്റ് ചെയ്തു. നിയമങ്ങൾ പാലിക്കാത്ത ഉത്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനും വിൽക്കുന്നതിനും ഉപയോഗിച്ച വാഹനങ്ങളും പിടിച്ചെടുത്തിരിക്കുകയാണ്. പൊതുസുരക്ഷ സംരക്ഷിക്കുക, പൊതു ഇടങ്ങളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദുബായ് പോലീസ് വളരെ തന്ത്രപരമായി ഏകോപിപ്പിച്ചാണ് ഇത്തരം ആളുകളെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഈ വിൽപ്പനക്കാർ പലപ്പോഴും ലേബർ അക്കോമഡേഷൻ ഏരിയകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ അനിയന്ത്രിതമായ സാധനങ്ങൾ വിൽക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. 3 ദിവസം കൊണ്ട് യാചനയിലൂടെ 14,000 ദിർഹം സ്വരൂപിച്ചയാളെ ഷാർജ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഒരു പള്ളിക്ക് സമീപം ഭിക്ഷയെടുക്കുന്നു എന്ന് പോലീസിന് ലഭിച്ച സന്ദേശത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ പക്കൽ നിന്ന് പണം കണ്ടെത്തിയത്. ഭിക്ഷാടനം സാമൂഹിക വെല്ലുവിളി ഉയർത്തുന്ന ഒരു നെഗറ്റീവ് പ്രതിഭാസമാണെന്ന് സ്പെഷ്യൽ ടാസ്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും ഭിക്ഷാടകരുടെയും തെരുവ് കച്ചവടക്കാരുടെയും മോണിറ്ററിംഗ് ടീമിന്റെ തലവനുമായ ബ്രിഗേഡിയർ ജനറൽ ഒമർ അൽ ഗസൽ അൽ ഷംസി പറഞ്ഞു. വേഗത്തിലും നിയമവിരുദ്ധവുമായ സാമ്പത്തിക നേട്ടങ്ങൾ നേടുന്നതിന് യാചകർ സമൂഹത്തിലെ അംഗങ്ങളുടെ സഹതാപം ചൂഷണം ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് പാട്രോളിംഗ് നടത്തി ഇത്തരം ആളുകളെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇയാൾ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നതായും കണ്ടെത്തി. ഇയാളുടെ കൈവശം 14,000 ദിർഹവും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇത് 3 ദിവസത്തിനുള്ളിൽ മാത്രം ഇയാൾ കളക്ട് ചെയ്തതാണെന്നും കണ്ടെത്തി. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പാർത്ത സിഗ്നേച്ചർ അബു ഷഗാര ഷാർജ, ക്യൂട്ടീസ് ഇന്റർനാഷണൽ, ടൈം എക്സ്പ്രസ് കാർഗോ, മർമ്മം ഡയറി, TMG ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ്, 123 കാർഗോ, പ്രൈം മെഡിക്കൽ സെന്റർ, ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ്, ആയുഷ് കെയർ, ലക്കി സെന്റർ, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ, ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, ഹാഷിം ഹൈപ്പർമാർക്കറ്റ്, ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,